ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. സങ്കീർത്തനങ്ങൾ 145 സങ്കീർത്തനം അതിൻ്റെ 18 വചനമാണ്. 18, 19 വചനങ്ങൾ സ്വർഗത്തിൻ്റെ വലിയ ഒരു സംരക്ഷണം. എത്ര തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയും നാട്ടുകാരും വീട്ടുകാരും നമ്മുടെ കുടുംബവും കൂട്ടായ്മയും ഇടവകയും ദേശവും നമ്മളായിരിക്കുന്ന ഇടമെല്ലാം നമ്മൾ ഉപേക്ഷിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മളെ തള്ളിക്കളഞ്ഞ വ്യക്തിയാണെങ്കിൽ, ഈ വാഗ്ദാന വചനം അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി വിശ്വാസത്തോടെ ആരെങ്കിലും ഒന്ന് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും സ്വർഗത്തിൻ്റെ ഈ വാഗ്ദാന വചനം എൻ്റെ ജീവിതത്തിൽ മാംസം ധരിക്കും. എന്നെ തള്ളിക്കളഞ്ഞ, എന്നെ ഉപേക്ഷിച്ചയുടെ മുമ്പിൽ ചങ്കൂറ്റത്തോടെ ഉയർന്നേൽക്കാൻ, അഭിമാനത്തോടെ വിജയിച്ച് ഉയർന്നേൽക്കാൻ ഈ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് എനിക്കിടയാകും. വചനം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. 19 വചനം, സങ്കീർത്തനങ്ങൾ 148, 18 ഇപ്പോൾ നമ്മൾ ധ്യാനിച്ചത്. 19 വചനം അങ്ങനെയാണ് പറയുന്നത്. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവരുടെ നിലവിളി കേട്ട് അവരെ സംരക്ഷിക്കുന്നു. ഞാൻ നിലവിളിക്കുമ്പോൾ ദൈവം അത് കേൾക്കുന്നുണ്ട്. എൻ്റെ ധാരണ, ഞാൻ ദൈവം കേൾക്കുന്നില്ല, ആരും എന്നെ കാണാനില്ല, ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നൊക്കെ നമ്മൾ അനേക പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദൈവത്തെ ഇങ്ങനെ ഒന്ന് കണ്ടുകൊണ്ട്, എന്നെ ഈ അനുഗ്രഹം എനിക്ക് ലഭിച്ചതായി കണ്ടുകൊണ്ടൊരു ദൈവവേദന പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൻ്റെ ഈ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലേക്കും കൃപയായി ഒഴുകിയിറങ്ങും. അത് എന്നിൽ മാംസം ധരിക്കും. അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ച ഒരു പൈതലായി മാറും. ആമേൻ, ഹല്ലേലൂയ.